പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഇംഗ്ലണ്ട് യാത്ര ഒരു സാധാരണ അവധി യാത്രയല്ലായിരുന്നു. അത് ദൈവകൃപയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിൻ്റെയും ഉദാര മനസ്സും ചേർന്ന് നെയ്തെടുത്ത വിശ്വാസത്തിൻ്റെയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതിൻ്റെയും ഒരു തീർത്ഥയാത്രയായിരുന്നു. ഈ ആതിഥ്യ മര്യാദയുടെ ഘോഷയാത്ര ഇന്ത്യ വിട്ടു പോകുന്നതിന് മുൻപേ തുടങ്ങിയിരുന്നു. യാത്ര പുറപ്പെടുമ്പോൾ ബേബി എന്നെ വ്യക്തിപരമായി വിമാനത്താവളത്തിൽ എത്തിക്കുകയും യാത്ര കഴിഞ്ഞെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഹീത്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ റൂബിനും കുടുംബവും എന്നെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യ നിമിഷം മുതൽ ഞാൻ വീട്ടിലുള്ളതുപോലെ അനുഭവപ്പെട്ടു. ബ്രിട്ടീഷ് കാലാവസ്ഥയെ അതിജീവിക്കുവാൻ ചൂടുള്ള വസ്ത്രവും ഫ്ലാസ്കും തന്നെ എന്നെ സ്വീകരിച്ചു. അതിലും കൂടുതൽ റൂബിൻ്റെയും ജോഷിനിയുടെയും അവരുടെ 2 മിടുക്കൻ കുട്ടികളുടെയും കരുതലും സ്നേഹവും അവരുടെ കൂടെയുള്ള താമസവും ഊഷ്മള നിറഞ്ഞതാക്കി. റൂബിൻ്റെ കൂടെ അവൻ്റെ ടെസ്ല കാറിലുള്ള ബ്രമിംഗ്ഹാമിലേക്കും ഐൽ ഓഫ് വൈറ്റിലേക്കും മറ്റുള്ള യാത്രകളും ഒരു സ്പേസ് മിഷൻ്റെ യാത്രയുടെ അനുഭവമായി എനിക്ക് തോന്നി. ഒരാഴ്ച തോമാച്ചിൻ്റെയും മേരിക്കുട്ടിയുടെയും കൂടെയുള്ള ജീവിതം സഹോദര സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു. അവർ 2 പേരും കൂടി എന്നെ ഒരു അറിവിൻ്റെ ലോകത്തിലൂടെ നയിച്ചു. ചരിത്രത്തിൻ്റെയും സാംസ്കാരികതയുടെയും വ്യവസായത്തിൻ്റെയും വിനോദത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു. അവരുടെ കുടുംബ സുഹൃത്തുക്കളായ മാത്യു മോളി, ജോർജ് മരീന, അരുൺ മഞ്ജു, ബില്ലി സൂസൻ, അരുൺ ഷൈനി ഇവരുടെ ഒപ്പമുള്ള ചിലവഴിച്ചിൽ മനുഷ്യബന്ധങ്ങൾക്ക് തോമാച്ചനും മേരിക്കുട്ടിയും എത്രമാത്രം കരുതലോടെ സൂക്ഷിക്കുന്നുവെന്ന് എന്നെ പഠിപ്പിച്ചു. തോമാച്ചിൻ്റെയും മേരിക്കുട്ടിയുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും കൂടെയുള്ള നോർവേ ക്രൂസ് യാത്ര എന്നെ ഒത്തിരി അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് ഒഴുകുന്നൊരു നഗരമായിരുന്നു. നോർവേയുടെ പ്രകൃതി സൗന്ദര്യവും കടലിലെ ജീവിതവും ക്രൂസിലെ ആഡംബരവും ഇപ്പോഴും എന്നെ അമ്പരപ്പിക്കുന്നു. ഈ ക്രൂസിൽ ഏകദേശം 9,000 യാത്രക്കാരും ക്രൂസും ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ലൂർദ് മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം വിസിറ്റ് ചെയ്യുക എന്നത്. അത് പോൺസിയുടെയും ജിബിയുടെയും ജോഹാൻ്റെയും നിദാൻ്റെയും സഹായത്താൽ പൂർത്തീകരിച്ചു. എനിക്ക് പരിശുദ്ധ അമ്മ വിശുദ്ധ ബെർണാട്ടിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കുർബാന അർപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ജിബിയും പോൺസിയും കൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുവാനും കസിന്മാരുടെ കുട്ടികളുമായുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുവാൻ ഒരുക്കിയ കുടുംബസംഗമം മറക്കാനാവില്ല. അവരുടെ ആരോഗ്യ മേഖലയിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ പുതിയ തലമുറയ്ക്കൊരു ഇൻസ്പിറേഷനാണ്. ബ്ലാക്ക് പൂളിൽ ജോജോയുടെയും ഡിസിയുടെയും ഇവാൻ്റെയും ഈസായുടെയും കൂടെയുള്ള ചിലവഴിക്കൽ നമ്മുടെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ രുചിച്ചറിയുവാൻ അവസരമൊരുക്കി. ബ്ലാക്ക് പൂൾ ടവറും വാക്സ് മ്യൂസിയവും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രിസ്റ്റണിൽ സിമിയും ദിനുവും മിന്നുവും കൊച്ചുവും എനിക്ക് നൽകിയ ആതിഥ്യം ഹൃദയസ്പർശിയായിരുന്നു. അവരുടെ മരുമക്കളായ അഗസ്റ്റിൻ്റെയും അച്ചുവിൻ്റെയും കുടുംബങ്ങളെ പരിചയപ്പെട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രിസ്റ്റണിലെ ഹാരി മ്യൂസിയം എന്നെ ഒത്തിരി സ്പർശിച്ചു. എൻ്റെ സഹപാഠിയായ രാജുവിൻ്റെയും ഗീതയുടെയും കരുതലുകൾ ഒരിക്കലും മറക്കാനാവില്ല. വെള്ളക്കാരുടെ കൂടെയുള്ള എൻ്റെ സൗഹൃദം രാജുവിലൂടെ നിലനിർത്തുവാൻ സാധിക്കുന്നു. ഈ യാത്രയിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായി,
യഥാർത്ഥ സൗഹൃദത്തിന് സമയവും ദൂരവും ഒരു തടസ്സമല്ല. MSFS വൈദികരായ ലിജോയും തോമസും ജിജിമോനും എന്നെ കാണുവാൻ വളരെയധികം ദൂരം യാത്ര ചെയ്തെത്തി. നിഷിയുടെയും ഗുല്ലിൻ്റെയും അവരുടെ കുഞ്ഞുമക്കളായ മിയായുടെയും ആലിസിൻ്റെയും ഗുല്ലിൻ്റെ മാതാപിതാക്കളായ ലിനഡിൻ്റെയും സൈമൻ്റെയും കൂടെയുള്ള ചിലവഴിക്കൽ എൻ്റെ യാത്രയുടെ ക്ലൈമാക്സായി എന്ന് എനിക്ക് തോന്നി. അവരുടെ സ്നേഹത്തിനും കരുതലിനും വളരെയധികം ഉപകാരം. വിശുദ്ധ ആൽബൻ്റെ കത്തീഡ്രൽ സന്ദർശനം ക്രിസ്തീയ വിശ്വാസത്തെയും ത്യാഗത്തെയും എന്നെ ഓർമ്മപ്പെടുത്തി. എൻ്റെ 30 ദിവസത്തെ യാത്രയെക്കുറിച്ച് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ 6 ഘടകങ്ങളാണ് ഈ യാത്ര ഒരു സുഖകരമായ യാത്രയാക്കി എന്നെ മാറ്റിയത്. ഒന്നാമതായി പ്രാർത്ഥന. വളരെയധികം ആളുകൾ ഈ യാത്ര ഒരു സുഖകരമായ യാത്ര ആകുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. രണ്ടാമതായി സ്നേഹം. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാവരും എന്നെ വളരെ സ്നേഹത്തിൻ്റെ കരുതലോടുകൂടിയാണ് എന്നെ സ്വീകരിച്ചത്. മൂന്നാമതായി ആസൂത്രണം. കഴിഞ്ഞ 6 മാസത്തെ തോമാച്ചിയൻ്റെ ആസൂത്രണത്തിൻ്റെ ഫലമാണ് ഈ സുഖകരമായ യാത്ര. നാലാമതായി ആശയവിനിമയം. റൂബിൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. അത് ഈ യാത്രയ്ക്ക് നല്ലപോലെ സഹായിച്ചു. അഞ്ചാമതായി പങ്കുവയ്ക്കൽ. ഞാൻ പോയ സ്ഥലത്തെല്ലാം അവരെന്തെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരികയോ അതേപോലെ തന്നെ പല സ്ഥലത്ത് നടക്കുകയോ അവരുടെ സ്വന്തം ചെലവിൽ ഇതെല്ലാം ചെയ്തു. അവസാനമായി എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകടനം എനിക്ക് ആസ്വദിക്കാൻ പറഞ്ഞു. അവരുടെ പ്രവൃത്തിയിലും അവരുടെ വാക്കുകളിലും ഇതെല്ലാം പ്രകടമായിരുന്നു. കഴിഞ്ഞ 30 ദിവസം നിങ്ങളോട് കൂടി ചെലവഴിച്ച സമയം എനിക്കൊരു പുതിയ ഉണർവ് നൽകിയിരിക്കുന്നു. ആ ഉണർവോട് കൂടിയാണ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതും ആ ഒരു ഉണർവോട് കൂടി തന്നെ ഞാൻ എൻ്റെ മിഷനറി പ്രവർത്തനം തുടരും. ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച ഈശോയോടും എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ മുമ്പോട്ടുള്ള മിഷനറി പ്രവർത്തനത്തിന് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.